Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ഐ ഹാവ് എ ബ്രൂം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ചൈനീസ് പോയറ്റ് ഴായ് യോങ്മിങ് എഴുതിയിട്ടുള്ള ഒരു ചെറിയ പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിന്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The poem begins by introducing a broom, which symbolizes her colorful and independent life. പോയതിന്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് അവർക്കൊരു ബ്രൂം അല്ലെങ്കിൽ ഒരു ചൂല് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അവർക്കൊരു കളർഫുൾ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് എന്നുകൂടിയാണ് അർത്ഥമാക്കുന്നതെന്ന് അവർ പറയുന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പോയത്തിൽ സ്പീക്കർ ഒരു ബ്രൂം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സ്വീപ്പർ അല്ലെങ്കിൽ ഒരു ക്ലീനർ എന്നുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ പോയത്തിൽ സ്പീക്കർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്ക് ഈ ജോലി ഉള്ളതിലൂടെ, അതായത് ഈ ബ്രൂം ഉള്ളതിലൂടെ അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുകൂടിയാണ് അവർ പറയുന്നത്. ഷി അസേർട്സ് ദാറ്റ് ദിസ് ബ്രൂം റെപ്രസെന്റ്സ് ഹെർ യുണീക് പാത്ത്. അവർക്ക് സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ബ്രൂം അവരെ സഹായിക്കുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു. എംഫസൈസിങ് ഹെർ ഡിറ്റർമിനേഷൻ ടു ഫോളോ ഹെർ ഓൺ വേ ഡിസ്പൈറ്റ് എനി റിഡിക്യൂൾ ഫ്രം നെയ്ബേഴ്സ് ഓർ ഒബ്സ്ട്രക്ഷൻസ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പൊ അയൽക്കാരുടെ കളിയാക്കലുകളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും തടസ്സങ്ങളോ ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അവരെ ഈ ബ്രൂം സഹായിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ സ്വന്തമായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഈ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ളൊരു പിന്നോക്കാവസ്ഥ കാരണം കൊണ്ട് മറ്റുള്ളവർ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം അവര് ഇതിലൂടെ അതിജീവിച്ച് തൻ്റെതായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ പറയുന്നത്. പാർട്ട് 2. The poet takes pride in her work of sweeping, both literally and metaphorically. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ജോലിയെ കുറിച്ച് പറയുകയാണ്. അവർക്കൊരു ബ്രൂം അല്ലെങ്കിൽ ചൂലുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് ജോലി ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഊഹിക്കാൻ കഴിയും അവർക്കൊരു സ്വീപ്പറുടെ അല്ലെങ്കിൽ ഒരു ക്ലീനറുടെ ജോലിയാണ് ഉള്ളത് എന്നുള്ളത്. ആ രീതിയിൽ തന്റെ ജോലിയിൽ അവർ അഭിമാനിക്കുന്നുണ്ട് എന്നാണ് അവർ അടുത്തതായിട്ട് പറയുന്നത്. അവര് ലിറ്ററലിയും മെറ്റഫോറിക്കലിയുമാണ് ക്ലീനിങ് നടത്തുന്നത്. അതായത് ഒരു ചൂല് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പോലെയും മനുഷ്യരുടെ മനസ്സുകളിൽ നിന്നും അവര് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും അവർ ക്ലീനിങ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ക്ലീനിങ് അവേ ദ ഗാർബേജ് ഫ്രം ടുഡേ ആൻഡ് യെസ്റ്റർഡേ ആസ് വെൽ ആസ് ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ പീപ്പിൾസ് മൈൻഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ക്ലീനിങ്ങും അതുകൂടാതെ അവരിങ്ങനെ തൻ്റെതായിട്ടുള്ള വഴിയിൽ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ സമൂഹത്തിന്റെയും ആളുകളുടെയും മനസ്സിലുമുള്ള അഴുക്കുകൾ കൂടി അവർ ക്ലീൻ ചെയ്യുകയാണെന്ന് അവർ പറയുന്നു. She puts on new work clothes and looking in the mirror gains deeper understanding of her mother's mildness and wisdom. അങ്ങനെ അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് അവര് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ അമ്മയുടെ സൗമ്യമായ നോട്ടത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാവുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണുന്നത് അവര് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. അവർക്കൊരു ബ്രൂം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അവർക്കൊരു ജോലിയുണ്ട്. ആ ജോലിയുടെ ഭാഗമായിട്ട് അവര് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. ആ ക്ലീനിങ് വെറും അക്ഷരാർത്ഥത്തിലുള്ള ക്ലീനിങ് മാത്രമല്ല, അവരിങ്ങനെ ഒരു ജീവിതം, തൻ്റെതായ ജീവിതം നയിക്കുന്നതിലൂടെ സമൂഹത്തിന്റെയും ആളുകളുടെയും മനസ്സിലുള്ള അഴുക്കുകൾ കൂടിയാണ് അവർ തുടച്ചു മാറ്റുന്നതെന്ന് അവർ പറയുന്നു. പാർട്ട് 3. The poet resolves that she will no longer cast perplexed looks into the street, into a corner or at billboards. അടുത്തതായിട്ട് അവർ പറയുന്നത് അവർക്കൊരു വ്യക്തതയുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം പെർപ്ലെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയം എന്നുള്ള അർത്ഥമാണുള്ളത്, ആശങ്ക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെ ആശങ്കയോടുകൂടിയും സംശയത്തോടു കൂടിയും അവർ സ്ട്രീറ്റിലേക്കും കോർണറിലേക്കും അതുപോലെ തന്നെ ബിൽ ബോർഡ് എന്ന് പറയുന്നത് പരസ്യ ബോർഡുകളാണ്, അതിലേക്ക് ഒന്നും നോക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു ആശങ്കയില്ലാതെ അവരുടെ വ്യക്തമായിട്ടുള്ള അവരുടെ വഴിയെ കുറിച്ചിട്ടുള്ള ധാരണ അവർക്കുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഷി വിൽ നോട്ട് ബി കൺഫ്യൂസ്ഡ് ബൈ ഡിസ്ട്രാക്ഷൻസ് ഓഫ് സൊസൈറ്റി. കൂടാതെ ഈ പരസ്യ ബോർഡുകൾ എന്നുള്ള ഒരു വാചകം അവിടെ ശ്രദ്ധേയമാണ്. കാരണം സമൂഹത്തിന്റെ ഈ ഒരു ഡിസ്ട്രാക്ഷൻസിനെയാണ് അതുകൊണ്ട് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ സമൂഹത്തിന്റെ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ പുറം ലോകത്തുള്ള ആളുകളുടെ ഈ വിലയിരുത്തലുകളൊന്നും അവരെ ബാധിക്കില്ല. സംശയമൊന്നുമില്ലാതെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. Then she also decides she will not fear her own inability when considering her mother's worried expressions. അടുത്തതായിട്ട് അവർ പറയുന്നത് അവരുടെ അമ്മയുടെ വറീഡ് എക്സ്പ്രഷൻസ് ആണ്. കാരണം മകളുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള അവരുടെ അമ്മയുടെ ഒരു ആശങ്കയെ കുറിച്ച് പറയുന്നുണ്ട്. നെറ്റി ചുളിച്ചുകൊണ്ടുള്ള അമ്മയുടെ നോട്ടം എന്നാണ് ആ കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതൊന്നും കാണുമ്പോഴും അവർക്ക് അവരുടെ കഴിവിനെ കുറിച്ചിട്ട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരിക്കില്ല, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. With her mother's blessings, the poet confidently brandishes her broom and moves forward. അങ്ങനെ അവരുടെ അമ്മയുടെ ഒരു ആശീർവാദത്തോട് കൂടിയിട്ട് അവർ ആ ചൂല് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. Greeting the morning breeze and leaving a clean street behind her, symbolizing a fresh start and a positive impact. അടുത്തതായിട്ട് അവർ പറയുന്നത് അങ്ങനെ ആ ചൂല് കയ്യിലെടുത്തുകൊണ്ട് ആ പുതിയ ദിവസത്തിലെ രാവിലെയുള്ള ആ കാറ്റ് എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ പോയതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തൻ്റെ ജോലിയിൽ അഭിമാനിക്കുകയും, അതായത് ചെറിയ ജോലിയോ വലിയ ജോലിയോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ ജോലികളിലും അഭിമാനിക്കാൻ കഴിയുമെന്നും, അങ്ങനെ ഒരു ജോലിയിലൂടെ ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് തൻ്റേതായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഈ കവിതയ്ക്കകത്ത് കാണാൻ കഴിയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ ബ്രൂം സിംബലൈസ് ഇൻ ദ പോയം? ഇനി ഈ പോയത്തിൽ ബ്രൂം എന്തിന്റെ സിംബലാണ് ചോദിച്ചിട്ടുള്ളത്. പോയറ്റ് തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ബ്രൂം സിംബലൈസസ് ദ പോയറ്റ്സ് ടൂൾ ഫോർ ടേക്കിംഗ് കൺട്രോൾ ഓവർ ലൈഫ് ആൻഡ് എൻവയോൺമെന്റ്. അവരുടെ ജീവിതത്തിലും ചുറ്റുപാടിലും ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ടൂളായിട്ടാണ് ഇവിടെ ഈ ബ്രൂം വരുന്നത്. It represents her independence, pride in her work, and her efforts to cleanse both the physical and metaphorical filth from her surroundings and society. അവരുടെ ഒരു ഇൻഡിപെൻഡൻസിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ജോലിയിലുള്ള അഭിമാനത്തിൻ്റെയും കൂടാതെ അവരുടെ ചുറ്റുമുള്ള അഴുക്ക് അവർ തുടച്ചു മാറ്റുക എന്ന് പറയുന്നത് അത് ചൂലുകൊണ്ട് അക്ഷരാർത്ഥത്തിലും ചെയ്യുന്നുണ്ട്. ഒരു സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ മെറ്റഫോറിക് ആയിട്ട് ആളുകളുടെയും സമൂഹത്തിൻ്റെയും മനസ്സിൽ നിന്നുള്ള അഴുക്കുകൾ അവർ തുടച്ചു മാറ്റുന്നു എന്ന് പറയുന്നു. ആ രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഈ ബ്രൂമിനെ പോയത്തിൽ കാണാൻ കഴിയുന്നത്. വാട്ട് ഇസ് ദ ഫ്രേസ് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ സജസ്റ്റ്? ഇനി എൻ്റേതായ വഴി എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ ഫ്രേസ് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ സജസ്റ്റ് ദാറ്റ് ദ പോയിറ്റ്സ് ഡിറ്റർമിനേഷൻ ടു ഫോളോ ഹെർ യുണീക് ജേർണി ഇൻ ലൈഫ്. ജീവിതത്തിൽ അവരുടെ യാത്ര, അവരുടെ തിരഞ്ഞെടുത്തിട്ടുള്ള പാതയിലൂടെ പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് ആ വരിയിൽ പ്രകടമാകുന്നത്. Making her own choices and decisions regardless of societal pressures or expectations. മറ്റുള്ളവരുടെ വിമർശനങ്ങളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒന്നും വകവയ്ക്കാതെ തൻ്റേതായിട്ടുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിശ്ചയദാർഢ്യമാണ് ആ ഒരു വരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ബ്രാൻഡിഷ് എ ബ്രൂം. ബ്രാൻഡിഷ് എന്ന് പറയുന്നത് ഈ ആയുധം എടുത്തുകൊണ്ട് വീശുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതുപോലെയാണ് ഇവരുടെ ബ്രൂം പ്രയോഗിക്കുന്നതെന്ന് പറയുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. The line, I brandish a broom, signifies the poet's confident and proactive approach to her life and work. അവരുടെ ജീവിതത്തോടും ജോലിയോടുമുള്ള അവരുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അത് അവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് എ റെഡിനെസ് ടു ടാക്കിൾ ചലഞ്ചസ് ഹെഡ് ഓൺ ആൻഡ് മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ഹെർ എൻവയോൺമെൻറ്റ്. അവരുടെ മുന്നിൽ കടന്നു വരുന്ന വെല്ലുവിളികളും തടസ്സങ്ങളും ഒക്കെ നേരിടാനുള്ള അവരുടെ ഒരു തയ്യാറെടുപ്പായിട്ടാണ് നമുക്ക് ആ ഒരു ആയുധം എടുത്ത് വീശുന്നതുമായിട്ട് ഈ ബ്രൂം ഉപയോഗിക്കുന്നതിനെ കമ്പയർ ചെയ്യുന്നത് കാണാവുന്നത്. ഡിസ്ക്രൈബ് ദി എൻഡിങ് ഓഫ് ദ പോയം ഐ ഹാവ് എ ബ്രൂം. ഈ പോയത്തിന്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി എൻഡിങ് ഓഫ് ദ പോയം ഡിസ്ക്രൈബ്സ് ദ പോയറ്റ്സ് മൂവിങ് ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ഒപ്റ്റിമിസം. അവരൊരു ശുഭാപ്തി വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് പോയം അവസാനിപ്പിക്കുന്നത്. ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് വിത്ത് എ ക്ലീൻ സ്ട്രീറ്റ് ബിഹൈൻഡ് ഹെർ. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നതായിട്ടാണ് ആ പോയം അവസാനിക്കുന്നത്. ദിസ് സിംബലൈസസ് എ ഫ്രഷ് സ്റ്റാർട്ട് ആൻഡ് ദ പോസിറ്റീവ് ഔട്ട്കംസ് ഓഫ് ഹർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. അവരുടെ ഈ ഒരു ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ഈ ഹാർഡ് വർക്കും കാരണം കൊണ്ട് അവർക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാനായി എന്നുള്ള ഒരു സിമ്പിളായിട്ടാണ് ഈ പോയം അവസാനിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്.
ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഐ ഹാവ് എ ബ്രൂം? ഈ പോയത്തിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ടൈറ്റിൽ എംഫസൈസസ് ദ പോയിറ്റ്സ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓവർ ഹെർ ലൈഫ് ആൻഡ് സർക്യൂംസ്റ്റാൻസസ്. അവരുടെ ജീവിതവും ചുറ്റുപാടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു നിയന്ത്രണമുണ്ട് എന്നുള്ളതിന്റെ ഒരു സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഒരു ടൈറ്റിൽ കാണാൻ കഴിയുന്നത്. കാരണം പോയതിലുടനീളം അവർ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് അവർക്കൊരു ബ്രൂം ഉള്ളത് കൊണ്ടാണ് എന്ന് അവർ പറയുന്നു. ഇറ്റ് സിംബലൈസസ് ഹെർ എബിലിറ്റി ടു ക്ലീൻ, ഓർഗനൈസ് ആൻഡ് ടേക്ക് ചാർജ് ഓഫ് ഹെർ എൻവയോൺമെന്റ് ആൻഡ് മൈൻഡ്. അവരുടെ ചുറ്റുപാടുകൾ മാത്രമല്ല അവർ ക്ലീൻ ചെയ്യുന്നത്, സ്വന്തം മനസ്സ് കൂടി അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം പോയതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കണ്ടതാണ്, അവർക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, അവരുടെ സ്വന്തം കഴിവിനെ കുറിച്ച് അവർക്ക് സംശയം ഉണ്ടായിരിക്കില്ല എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിൽ നിന്ന് ഈ സംശയങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് ഡൗട്ടും എല്ലാം തുടച്ചു മാറ്റാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു സിമ്പിളായിട്ട് കൂടി ഇവിടെ ഈ ബ്രൂം നമുക്ക് കാണാവുന്നതാണ്. ദ ബ്രൂം റെപ്രസെന്റ്സ് ബോത്ത് ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ ക്ലെൻസിങ്, ഹൈലൈറ്റിംഗ് തീംസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബ്രൂം കൊണ്ട് അവർ ഈ സ്ട്രീറ്റ് മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത്, അവിടെ മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് കൂടി വരുന്നുണ്ട്. ഈ സമൂഹത്തിലെയും ആളുകളുടെയും മനസ്സിലുള്ള അഴുക്കുകൾ കൂടി, അതായത് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അത്തരത്തിലുള്ള അഴുക്കുകൾ കൂടിയാണ് അവർ ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒരു സിമ്പിളായിട്ട് കൂടി നമുക്ക് ഈ ബ്രൂം കാണാൻ കഴിയാവുന്നതാണ്. പൊതുവിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഒരു സെൽഫ് റിലയൻസും ആണ് ഈ പോയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ആ രീതിക്ക് ഈ ടൈറ്റിൽ ഈ പോയത്തിന് വളരെ ചേർന്നതാണെന്ന് നമുക്ക് പറയാം. കമന്റ് ഓൺ ദി ഇമേജറി എംപ്ലോയിഡ് ഇൻ ദ പോയം. ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇമേജറിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം യൂസസ് വിവിഡ് ഇമേജറി റിലേറ്റഡ് ടു ക്ലീൻലിനെസ് ആൻഡ് റിന്യൂവൽ, such as sweeping away garbage and clearing filth. ഇവിടെ പ്രധാനമായിട്ടും ഒരു ക്ലീനിങ്ങിന്റെ ഇമേജുകൾ ഒരുപാട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റിന്യൂവലിന്റെ ഇമേജുകൾ നമുക്ക് കാണാവുന്നതാണ്. അവർ ഈ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്നതിന്റെയും ഈ ബ്രൂം ഉപയോഗിക്കുന്നതിന്റെയും ഇമേജുകൾ അതിനകത്ത് പറയുന്നുണ്ട്. വിഷ്വൽ ഇമേജറി ഇൻക്ലൂഡ്സ് ദ ബ്രൂം ഒരു ഇമേജ് ആണ്. വർക്ക് ക്ലോത്ത്സ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ക്ലോത്ത് അവർ ധരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ക്ലീൻ സ്ട്രീറ്റ്, ഇവർ ബ്രൂം ഉപയോഗിച്ചുകൊണ്ട് ആ സ്ട്രീറ്റ് ക്ലീൻ ചെയ്തതായിട്ടുള്ള ഒരു ക്ലീൻ സ്ട്രീറ്റിന്റെ ഇമേജ് അവർ തരുന്നുണ്ട്. പെയിന്റിംഗ് എ പിക്ചർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പ്യൂരിറ്റി, അങ്ങനെ അവർ ഈ അഴുക്കുകളെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് ശുദ്ധമാക്കിയതിന്റെ ഒരു പിക്ചറാണ്, ഇമേജറിയാണ് നമുക്ക് അവിടെ കാണാവുന്നത്. ഇമോഷണൽ ആൻഡ് റിഫ്ലക്റ്റീവ് ഇമേജറി യൂസ്ഡ് വെൻ ദ പോയിറ്റ് ലുക്സ് ഇൻ ദ മിറർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹെർ മദേഴ്സ് മൈൽഡ്നെസ്. കൂടാതെ വരുന്ന ഇമേജറി അവരുടെ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഇമേജറിയാണ്. അവർ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ഇമേജും അവരുടെ അമ്മ അവരെ ഒരു സഹതാപത്തോടു കൂടി അല്ലെങ്കിൽ വാത്സല്യത്തോടു കൂടി നോക്കുന്നതായിട്ടുള്ള ഒരു ഇമേജും അവരവിടെ പറയുന്നുണ്ട്. കൺവേയിങ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ, ആ രീതിയിൽ അവരുടെ പേഴ്സണൽ ഗ്രോത്തിന്റെ ഇമേജറി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഇമേജറിയും നമുക്ക് ഈ പോയത്തിനകത്ത് കാണാവുന്നതാണ്. കമന്റ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് ഓഫ് ദ പോയം. ഈ പോയത്തിന്റെ ലാംഗ്വേജും സ്റ്റൈലുമാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം എംപ്ലോയ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മേക്കിംഗ് ഇറ്റ്സ് മെസ്സേജ് അക്സസിബിൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ, ആ രീതിയിൽ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ലാംഗ്വേജ് ആണ് ഈ പോയത്തിൽ ഉള്ളത്. It uses a free verse style, allowing for a natural and flowing rhythm that mirrors the poet's journey of self-discovery and empowerment. കൂടാതെ ഫ്രീ വേഴ്സ് ആണ്, അതായത് ഒരു റൈമിംഗ് സ്കീമോ അല്ലെങ്കിൽ മീറ്ററോ അങ്ങനെയുള്ള വൃത്തവും താളവും ഒന്നും ഇല്ലാത്ത ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ളൊരു പാത തിരഞ്ഞെടുക്കുക എന്നുള്ള ആശയമാണ് ഈ കവിതയിൽ പറയുന്നത്. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റൈല് തന്നെയാണ് എന്ന് നമുക്കത് പറയാം. The tone is determined and reflective, with a mix of personal resolve and introspective understanding. ഇനി പോയതിന്റെ ടോൺ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻഡ്, അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ടോണാണ് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. കൂടാതെ റിഫ്ലക്റ്റീവ്, അവര് ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എൻഹാൻസിങ് ദി തീംസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെസിലിയൻസ്, അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ ഇൻഡിപെൻഡൻസിന്റെയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു ഈ കോൺഫിഡൻസിന്റെ ഉള്ളൊരു ടോണാണ് ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ഓട്ടോണമി ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം ഐ ഹാവ് എ ബ്രൂം.
ഈ ജോലിയും അതുപോലെ തന്നെ ഒരാൾക്ക് ഈ സ്വയം പര്യാപ്തതയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. വർക്ക് ആസ് എംപവർമെന്റ്. ദ പോയിറ്റ് ഫൈൻഡ്സ് പ്രൈഡ് ആൻഡ് പർപ്പസ് ഇൻ ഹെർ വർക്ക് യൂസിംഗ് ദ ബ്രൂം ടു അസർട്ട് കൺട്രോൾ ഓവർ ഹെർ എൻവയോൺമെന്റ്. ഒന്ന്, വർക്ക് എന്ന് പറയുന്നത് എംപവർമെന്റിന്റെ ഭാഗമാണ്. അവർക്കൊരു ബ്രൂം ഉള്ളത് കാരണമാണ് അവർക്കൊരു കളർഫുള്ളും ഇൻഡിപെൻഡന്റുമായിട്ടുള്ള ലൈഫ് ഉള്ളത്. അതായത് അവർക്ക് ആ ജോലി ഉള്ളത് കാരണം കൊണ്ടാണ് അവരുടെ ജീവിതം മെച്ചപ്പെട്ടിരിക്കുന്നതും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നതും എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ആ ഇമ്പോർട്ടൻസ് കാണാവുന്നതാണ്. ഇൻഡിപെൻഡൻസ്. ത്രൂ ഹെർ വർക്ക് the poet establishes her own path and rejects societal ridicule and familial obstructions, showcasing her autonomy. കൂടാതെ അവരുടെ ഈ അയൽക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ അവർക്ക് ഓരോ ഈ വെല്ലുവിളികൾ, തടസ്സങ്ങൾ നൽകുമ്പോഴും അതുപോലെ തന്നെ അവരെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ ജീവിക്കാനും അവരുടെ പാതയിൽ മുന്നോട്ട് പോകാനും അവരെ സഹായിക്കുന്നത് അവർക്ക് ഈ ബ്രൂം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ജോലി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ്. ആ രീതിയിൽ ഇൻഡിപെൻഡൻസിന് ഈ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ കാണാവുന്നതാണ്. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ദി ആക്ട് ഓഫ് വർക്കിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ് ഹെൽപ്സ് ദ പോയിറ്റ് അണ്ടർസ്റ്റാൻഡ് ഹെർ മദേഴ്സ് വിസ്ഡം ആൻഡ് മൈൽഡ്നെസ് ഫോർ ദ റീഇൻഫോഴ്സിംഗ് ഹെർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഓട്ടോണമി. ഇത് കൂടാതെ അവരുടെ പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായിട്ടുള്ള അവർക്ക് ഉള്ള ഒരു വളർച്ചയ്ക്ക് കൂടി വർക്ക് സഹായിക്കുന്നുണ്ട്. കാരണം ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ വർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴുമാണ് അവർക്ക് അവരുടെ അമ്മയെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവരുടെ അമ്മ ഒരു കാലത്ത് അവരെ ഇതുപോലെ വളർത്തിക്കൊണ്ടുവന്നതായിരിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നത്, ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുന്നതും ഇതുമൂലമാണെന്ന് അവർ പറയുന്നുണ്ട്. ആ രീതിയിൽ കൂടി വർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് ഐ ഹാവ് എ ബ്രൂം എ ഫെമിനിസ്റ്റ് പോയം? വാട്ട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഡസ് ദ പോയം ക്വസ്റ്റ്യൻ ആൻഡ് ക്രിട്ടിസൈസ്? ഇനി ഈ പോയം ഒരു ഫെമിനിസ്റ്റ് പോയമാണോ? ഒരു സാമൂഹിക വിമർശനം എങ്ങനെയാണ് ഈ പോയത്തിനകത്ത് വരുന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. The poem can be seen as feminist as it highlights a woman's independence, self-reliance and rejection of societal expectations. ഈ പോയം ഒരു ഫെമിനിസ്റ്റ് പോയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഒന്നാമത് അതിലെ സ്പീക്കർ ഒരു ഫീമെയിൽ ആണ്. അത് കൂടാതെ അവരുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അവർ ജോലി എടുത്തുകൊണ്ട് സെൽഫ് റിലയൻ്റ് ആയിട്ട്, സ്വയം പര്യാപ്തതയോടുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യമാണ് അവരോട് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നേരിടേണ്ടി വരുന്ന ആളുകളുടെ കളിയാക്കലുകൾ, എതിർപ്പുകൾ, ഈ അയൽക്കാരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ആ രീതിയിൽ നമുക്കിതൊരു ഫെമിനിസ്റ്റ് പോയാണെന്ന് പറയാൻ കഴിയും. ക്രിട്ടിക് ഓഫ് സോഷ്യൽ ജഡ്ജ്മെന്റ്സ്. ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ റിഡിക്യൂൾ ഫ്രം നെയ്ബേഴ്സ് ആൻഡ് ഒബ്സെക്ഷൻ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ചലഞ്ചിങ് ദ സോഷ്യൽ നോംസ് ദാറ്റ് അറ്റംപ്റ്റ് ടു റെസ്ട്രിക്ട് പേഴ്സണൽ ഫ്രീഡം. കൂടാതെ പേഴ്സണൽ ഫ്രീഡം, ഒരാൾ ഏത് ജോലി ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം സമൂഹം അംഗീകരിക്കാത്ത ഒരു കാര്യത്തെയാണ് ഇവിടെ അവർ വിമർശിക്കുന്നത്. അവരുടെ അയൽക്കാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ അതിന് തടസ്സം നിൽക്കുന്നു, കളിയാക്കുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം, ഒരു പക്ഷേ സമൂഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക അവര് ഒരു വിവാഹമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ജീവിക്കണം എന്നായിരിക്കും. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി എടുത്തുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ സമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ കൂടി അവരവിടെ വിമർശിക്കുന്നുണ്ട്. ക്രിട്ടിക് ഓഫ് ജെൻഡർ റോൾസ്. ബൈ ടേക്കിംഗ് പ്രൈഡ് ഇൻ ഹെർ വർക്ക് ആൻഡ് ഫൈൻഡിങ് സ്ട്രെങ്ത് ഇൻ ട്രഡീഷണലി അണ്ടർവാല്യൂഡ് ലേബർ, ദ പോയം ക്രിട്ടിസൈസസ് ജെൻഡർ റോൾസ് ദാറ്റ് ഡിവാല്യൂ വുമൻസ് വർക്ക് ആൻഡ് ഓട്ടോണമി. കൂടാതെ ജെൻഡർ റോൾസിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. അതായത് ഒരു സ്ത്രീ ഇതുപോലെ ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ട് തനിയെ ജീവിക്കുക എന്നുള്ള കാര്യം സമൂഹം അംഗീകരിക്കുന്നില്ല. അതായത് അവരുടെ സുഹൃത്തുക്കൾ, അതുപോലെ അയൽക്കാർ അത് കളിയാക്കുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അത്തരം കാര്യത്തെ അവർ വിമർശിക്കുന്നുണ്ട്. കൂടാതെ അണ്ടർ വാല്യൂഡ് ലേബർ, അതായത് അവർ ചെയ്യുന്നത് ഒരു ക്ലീനറുടെ അല്ലെങ്കിൽ ഒരു സ്വീപ്പറുടെ ജോലിയാണ്. സാധാരണഗതിക്ക് ആളുകൾ വലിയ വില കൊടുക്കാത്തൊരു കാര്യമാണ്. പക്ഷെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം, അതിൽ അഭിമാനം കണ്ടെത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലും നമുക്ക് ഈ സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനോടുള്ള ഒരു വിമർശനമായിട്ട് നമുക്കിതിൽ കാണാൻ കഴിയും. മദർ ഡോട്ടർ റിലേഷൻഷിപ്പ്. ദ പോയം റിഫ്ലെക്ട്സ് ഓൺ ദ ജനറേഷണൽ വിസ്ഡം പാസ്ഡ് ഫ്രം മദർ ടു ഡോട്ടർ, എംഫസൈസിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് റെസീലിയൻസ് ഫൗണ്ട് വിത്തിൻ ഫീമെയിൽ റിലേഷൻഷിപ്പ് അഗൈൻസ്റ്റ് സൊസൈറ്റൽ പ്രഷേഴ്സ്. കൂടാതെ അവരുടെ അമ്മയുടെ ബ്ലെസ്സിങ്ങോട് കൂടി അല്ലെങ്കിൽ ആശീർവാദത്തോട് കൂടിയിട്ട് ആണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അവരുടെ അമ്മയെ അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ
ഈ സമൂഹം ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് സ്ത്രീകൾ തമ്മിൽ ഐക്യപ്പെടുന്ന ഒരു ഫീമെയിൽ റിലേഷൻഷിപ്പിന്റെ ഒരു തീം കൂടി നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയും. ആ രീതിയിൽ ഇതൊരു ഫെമിനിസ്റ്റ് പോയമാണെന്നും സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോയാണെന്നും നമുക്ക് പറയാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്